ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിസ്മീസ് ഫുഡ് കാർട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്, റോസ് പുഡിംഗ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തു. 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 15 മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് 1 ലിറ്റർ പാല് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പും അതുപോലെ 2 ടേബിൾ സ്പൂണും പഞ്ചസാരയും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പാൽ നല്ലതായിട്ട് ചൂടാക്കിയെടുക്കാം. പാൽ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ചെയ്തിട്ട് 10 മിനിറ്റ് കൂടെ നമുക്ക് നല്ലതായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഒരു 10 to 12 മിനിറ്റ്സ് എടുക്കും ഇത് നല്ലതായിട്ട് മെൽറ്റായി വരാൻ. അപ്പോൾ നല്ലതായിട്ട് ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ പാലും നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച പാലിലേക്ക് നമുക്ക് മെൽറ്റ് ആയിരിക്കുന്ന ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് 5 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞിട്ടാണ് റോസ് സിറപ്പ് ആഡ് ചെയ്യുന്നത്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു പുഡിംഗ് ട്രേ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന പാല് അരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ലതായിട്ട് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ നല്ലതായിട്ട് തണുക്കണം. റൂം ടെമ്പറേച്ചർ വെച്ചാൽ മാത്രമേ ഇത് സെറ്റ് ആവത്തുള്ളൂ. റൂം ടെമ്പറേച്ചർ വെച്ച് നല്ലതായിട്ട് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരു 1 അവറിലേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒന്ന് തണുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറിലേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പുഡിംഗ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പുഡിംഗ് നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് പൊടിച്ചു വച്ചേക്കുന്ന പിസ്ത ഗാർണിഷിങ്ങിന് വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇതും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റോസ് മിൽക്ക് പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.